നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും വ്രതശുദ്ധിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷം. വ്രതവിശുദ്ധിയിൽ ചൈതന്യം നേടിയെടുത്ത മനസ്സുമായി ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. സ്വന്തം അനുഭവത്തിലൂടെ വിശപ്പറിഞ്ഞ് മറ്റുള്ളവരെ കൈകോർത്ത് പിടിച്ചാണ് മാനവ സന്ദേശം പരത്തി മുസ്ലിം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വലിയ സന്ദേശം നൽകുന്ന ആഘോഷം കൂടിയാണ് ഈദുൽ ഫിത്തർ എന്ന ചെറിയ പെരുന്നാൾ. ഫിത്തർ സക്കാത്തുകൾ നൽകി തനിക്കറിയുന്ന ആരും പെരുന്നാൾ ദിനം പട്ടിണി കിടക്കുന്നില്ല എന്നുകൂടി വിശ്വാസികൾ ഉറപ്പുവരുത്തുന്ന ദിവസം. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക, അല്ലാഹു നൽകിയ ഭക്ഷണത്തിൽ പങ്കുവെക്കലുകൾ ഉണ്ടാവുക എന്നിവയാണ് ഈ പെരുന്നാളിന്റെ പ്രധാന ഘടകങ്ങൾ. ചന്ദ്രചക്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് എല്ലാ വർഷവും പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച വൈകിട്ട് മലപ്പുറം പൊന്നാനിയിലും കോഴിക്കോട് കാപ്പാടുമാണ് ചന്ദ്രപ്പിറവി ദൃശ്യമായത്. ഇതോടെയാണ് മുസ്ലിം സമൂഹം നോമ്പ് 29 പൂർത്തിയാക്കി ആഘോഷത്തിലേക്ക് കടന്നത്. അച്ചടക്കവും വിശുദ്ധിയും ദൈവഭക്തിയും സഹജീവി സ്നേഹവും പരോപകാരപ്രിയവുമുള്ള വിശ്വാസി സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള പരിശീലനകാലമായിരുന്നു റമദാൻ മാസം. സ്രഷ്ടാവിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനാ നിർഭരമായ ദിനരാത്രങ്ങൾ സമ്മാനിച്ച ആത്മവിശുദ്ധിയോടെയും ഊർജ്ജത്തോടെയുമാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടന്നത്. പുണ്യങ്ങളുടെ പെരുമഴക്കാലമാണ് കടന്നുപോയത്. ജീവിതകാലത്ത് ചെയ്ത എല്ലാ തിന്മകളെയും കരിച്ചുകളയാൻ റമസാനിലെ ആരാധനാ കർമ്മങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇസ്ലാം വിശ്വാസം. ശാരീരികവും ആത്മീയവുമായുള്ള ശുദ്ധീകരണമാണ് നോമ്പിന്റെ പ്രധാന ലക്ഷ്യം. ഈദുൽ ഫിത്തറിന്റെ ദിനത്തിൽ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ മുഴുകുന്നു. കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കുമിടയിൽ സമ്മാനങ്ങൾ കൈമാറുന്നതും മധുരപലഹാരങ്ങൾ കൊടുക്കുകയും അയൽവീടുകളിലെ കുടുംബവീടുകളിലും സന്ദർശനവും ഇതിൽ ഉൾപ്പെടും. പള്ളികളിലേക്കും പ്രത്യേകം സജ്ജമാക്കിയ ഈദ് മൈതാനിയിലേക്കും എത്തിയാണ് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നതും പരസ്പരം സാഹോദര്യം പങ്കുവയ്ക്കുന്നതും. തുടർന്ന് പ്രിയപ്പെട്ടവരുടെ കബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തും. ചെറിയ പെരുന്നാൾ ആശംസകൾ നേരാൻ ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പാണക്കാടെത്തി. നാഷണൽ കൌൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ അധ്യക്ഷനും ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെത്തി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചു. തങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ നേർന്ന് സൌഹൃദം പുതുക്കി. സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവർ ചേർന്ന മെത്രാപ്പൊലീത്തയെ സ്വീകരിച്ചു. മതസാമുദായിക സൌഹൃദം ഇന്നിന്റെ ആവശ്യമാണ്. സമുദായങ്ങൾ ഒന്നിച്ചു നിന്ന ലഹരി ഉൾപ്പെടെയുള്ള മഹാവിപത്തുകൾക്കെതിരെ പോരാടി മനുഷ്യകുലത്തെ നന്മയിലേക്ക് നയിക്കണമെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. റമദാൻ മാസത്തിന്റെ അവസാനത്തിൽ നന്മയുടെ സന്ദേശം സമൂഹത്തിന് നൽകുക എന്ന ലക്ഷ്യത്തിലാണ് മെത്രാപ്പൊലീത്തയുടെ സന്ദർശനം. കുന്നംകുളം ടൗൺ സുന്നി ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി, കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗം ഗഫൂർ, ടൗൺ സുന്നി ജുമാ മസ്ജിദ് പ്രസിഡന്റ് EP കമറുദ്ദീൻ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാന കേന്ദ്ര ട്രഷറർ രഞ്ജു M. ജോയ്, മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി ഓർഗനൈസിംഗ് സെക്രട്ടറി ജിന്നി കുരുവിള, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷെമീർ ഇഞ്ചിക്കാലയിൽ, EMK ജിഷാർ എന്നിവർ മെത്രാപ്പൊലീത്തയോടൊപ്പം ഉണ്ടായിരുന്നു. തക്ബീർ ധ്വനികൾ ഉയർന്ന പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾക്ക് പ്രാധാന്യം നൽകി പള്ളികളിലും ഈദ് ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. എടക്കര മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് അബൂബക്കർ ലത്തീഫി, കുഴിങ്ങര ജുമാ മസ്ജിദ് ഇസ്മായിൽ ഫൈസി, വെട്ടിപ്പുഴ റഹ്മ ജുമാ മസ്ജിദ് ഷാക്കിർ ഫൈസി, പനന്തറ ഉരുളുമൽ ജുമാ മസ്ജിദ് ഹസൻ ഫൈസി, വടക്കേപ്പുനീർ പിലാക്കാട്ടേൽ ജുമാ മസ്ജിദ് ഷിഹാബുദ്ദീൻ അസ്ഹരി, കൗക്കാനപ്പെട്ടി ജുമാ മസ്ജിദ് സക്കറിയ ഫൈസി, തൊഴിയൂർ പാലേമാവ് ജുമാ മസ്ജിദ് മുഹീദ്ദീൻ ദാരിമി, പരൂർ ഞാലിൽ ജുമാ മസ്ജിദ് അഹമ്മദ് കബീർ സക്കാഫി,
ചെമ്മണ്ണൂർ ജുമാ മസ്ജിദ് അലി ദാരിമി, പറയങ്ങാട് ജുമാ മസ്ജിദ് ഷർഫുദ്ദീൻ ഫൈസി, മണികണ്ഠേശ്വരം സ്വഹാബ ജുമാ മസ്ജിദ് ഹാഫിൽ നസീർ ലത്തീഫി, എടക്കഴൂർ ഖാദിരിയ ജുമാ മസ്ജിദ് ഹാരിസ് ഫൈസി, എടക്കഴൂർ ജുമാ മസ്ജിദ് മുഹമ്മദ് ദാരിമി അരിമ്പ്ര, വയലത്തൂർ ജുമാ മസ്ജിദ് മുഹമ്മദ് ഷാഫി അൽ ഹൈതമി, കല്ലൂർ ജുമാ മസ്ജിദ് മുഹമ്മദ് റിയാസ് അലി ഹുദവി, മന്ദലാങ്കുന്ന് ജുമാ മസ്ജിദ് നിസാർ ഹസനി, പരൂർ മാഞ്ചിറ മസ്ജിദ് ഫൈസൽ സക്കാഫി, ചെമ്മണ്ണൂർ വടക്കേക്കുന്ന് മസ്ജിദ് ഇസ്മായിൽ സുഹരി, അംബാല താഹ ജുമാ മസ്ജിദ് സാലിഹ്, മന്ദലാങ്കുന്ന് യാസിൻ മസ്ജിദ് ഹുസൈൻ ഫൈസി, അണ്ടത്തോട് ജുമാ മസ്ജിദ് മുഹമ്മദ് അഷ്റഫി, അകലാട് പുത്തൻപള്ളി ജുമാ മസ്ജിദ് PT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, അണ്ടത്തോട് തങ്ങൾപ്പടി ഇലാഹിയ ജുമാ മസ്ജിദ് ഹുസൈൻ അഷ്റഫി, അകലാട് റൗളത്തു നബവി മസ്ജിദ് ഹാഫിൽ മുഹമ്മദ് ഉവൈസ് ദാരിമി, മന്ദലാങ്കുന്ന് കുന്നത്ത് മസ്ജിദ് അഷ്കർ അലി ബദരി, മന്ദലാങ്കുന്ന് മുഹിദ്ദീൻ ജുമാ മസ്ജിദ് ലത്തീഫ് ദാരിമി, അകലാട് ഖാദിരിയ ജുമാ മസ്ജിദ് ജാബിർ ഫൈസി, അകലാട് മൊയ്തീൻ പള്ളി സയ്യിദ് ഹാഷിം തങ്ങൾ, അകലാട് ഒറ്റേനി മസ്ജിദ് ഉമർ ബിൻ ഗത്തീഫ് ഷെരീഫ് ഫൈസി, അകലാട് നാലാംകല്ല് ഹാജിയാർ മസ്ജിദ് അബൂബക്കർ ഫൈസി, മുത്തുവമൽ ജുമാ മസ്ജിദ് മുസ്തഫ സാദി, വടുതല ഉള്ളിശ്ശേരി ജുമാ മസ്ജിദ് സുബൈർ കമാലി, എടക്കരൂർ നാലാംകല്ല് പാതിരിക്കടവ് ബദർപ്പള്ളി സൈദലവി ദാരിമി തുടങ്ങിയവരും അണ്ടത്തോട് ഹിറ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ, അബ്ദുൾ സമദ് അണ്ടത്തോട് വന്നേരി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ഈദ്ഗാഹിൽ, താജുദ്ദീൻ മൗലവി വടക്കേക്കാട് MNT ഗ്രൗണ്ടിൽ വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ TJ ലുക്മാൻ, ആൽത്തറ ടൗൺ മസ്ജിദ് കോമ്പൗണ്ടിൽ നടത്തിയ ഈദ്ഗാഹിൽ യഹിയ ഫുർഖാനി, പാലപ്പെട്ടി ഈദ്ഗാഹിൽ ഇബ്രാഹിം സലഫി, ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ മുനീർ വരന്തരപ്പിള്ളി, മന്ദലാങ്കുന്ന സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ അബ്ദുൾ മാജിദ് സലഫി പട്ടാമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷം ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഇസ്ലാം അനുശാസിക്കുന്ന തരത്തിൽ മനസ്സിനെ താളം തെറ്റിക്കുന്ന ലഹരിയിൽ നിന്നും അകന്ന് കുടുംബങ്ങളിലേക്ക് അടുത്ത് നോമ്പിലൂടെ നേടിയെടുത്ത ചൈതന്യവും ഫിത്തർ സക്കാത്തിലൂടെ പഠിച്ച പരോപകാര നന്മയും എല്ലാ ദിനങ്ങളിലും പ്രാവർത്തികമാക്കി ജനങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് ഓരോരുത്തരും തയ്യാറാകണമെന്ന് ഈദ് സന്ദേശത്തിലൂടെ അബ്ദുൾ മാജിദ് സലഫി പറഞ്ഞു. വിശുദ്ധ റമദാന് പരിസമാപ്തി കുറിച്ച് പെരുന്നാളിനെ വരവേറ്റ് പുത്തംകുളത്തെ കുട്ടിപ്പട്ടാളം ചിറമനേങ്ങാട് കനിവ് ട്രസ്റ്റിന്റെ കീഴിലുള്ള എന്റെ വീട്ടിലെ അന്തേവാസികൾക്കായി മൈലാഞ്ചി അണിഞ്ഞും പെരുന്നാൾ ഗാനങ്ങൾ ആലപിച്ചും അമ്മമാർക്കൊപ്പം ഈ വർഷവും ആഘോഷമാക്കി. കഴിഞ്ഞ 3 വർഷത്തോളമായി പുത്തംകുളത്തെ കുട്ടിപ്പട്ടാളവും സംഘവും ഈ മാതൃക പിന്തുടരുകയാണ്. ആഘോഷ മൈലാഞ്ചി മണമാണ് ഇവരുടെ പെരുന്നാളിന്. പുണ്യരാവുകളുടെ തണുപ്പിൽ നിന്നും പതിയെ പെരുന്നാളിന്റെ ആമോദത്തിലേക്ക് നീങ്ങുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കനിവിലെ അമ്മമാരുടെ കൈകളിലെ മൈലാഞ്ചിയുടെ ഗന്ധമാണെന്ന് കനിവിലെത്തിയ കുരുന്നുകൾ പറഞ്ഞു. ആകാശത്തിൽ മുഴങ്ങുന്ന തക്ബീറിന്റെ ഈരടികൾ മനസ്സിലും ചുണ്ടിലും പകർന്ന് ഈദ്ഗാഹിലേക്ക് നീങ്ങുമ്പോൾ ആരുടെ കൈയാണ് കൂടുതൽ ചുവപ്പെന്നറിയാനുള്ള വെമ്പലായിരിക്കും തങ്ങളുടെ കുട്ടിക്കാലത്തെന്ന് അന്തേവാസികൾ കുട്ടികളോടും പറഞ്ഞു. തങ്ങളുടെ മനം നിറയെ പുത്തനുടുപ്പും അതിനൊപ്പിച്ച മാലയും വളയും കമ്മലും പുതുമണത്തിൽ നിറയുമ്പോൾ അതിൽ മൈലാഞ്ചിയുടെ പരിമളം ഒന്ന് വേറെ തന്നെയായിരുന്നുവെന്നും കനിവിലെ അന്തേവാസികൾ നെടുവീർപ്പിട്ട് പറഞ്ഞു. റമദാനിലെ അവസാന നോമ്പുതുറയും അന്തേവാസികൾക്കൊപ്പം നടത്തിയാണ് കുരുന്നുകൾ മടങ്ങിയത്. കനിവ് ട്രസ്റ്റ് മാനേജർ ബാപ്പുനു വി മുഹമ്മദ്, തേജസ് കോളേജ് അധ്യാപകൻ വിപിൻ കൃഷ്ണ, പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ, കുട്ടിപ്പട്ടാളം ടീമംഗങ്ങളായ ഷഹരിയാർ MK, തഹസിൻ ത്വാഹ, MK ഷഹസിയ, ഇസ മറിയം, MK ഷഹബിയ, ഇസ ആമിന, MH ജാസ്മിൻ എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തയിലേക്ക്. പാലയൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ചുള്ള 26ാം ബൈബിൾ കൺവെൻഷന് തുടക്കമായി. ജപമാലയോടുകൂടിയാണ് ശുശ്രൂഷകൾ ആരംഭിച്ചത്. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് മുഖ്യ കാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തുകയും തിരിതെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഗാഗുൽത്ത ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കാനക്കുടിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത്. സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ എന്നിവർ സംസാരിച്ചു. ബൈബിൾ കൺവെൻഷൻ ഫൊറോന ഇൻചാർജ് ഫാദർ ലിവിൻ ചൂണ്ടൽ, കൺവീനർ ജോയ് ചിറമൽ, മഹാതീർത്ഥാടനം കൺവീനർ തോമസ് ചിറമൽ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു ആൻഡോ, ട്രസ്റ്റുമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, PA ഹൈസൺ, സേവിയർ വാഗയിൽ, സിസ്റ്റർ ടെസ്ലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിൽ അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ
ത്രൈശതോത്തര രജത ജൂബിലി ആഘോഷിച്ചു. അർണോസ് കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പൊതുയോഗം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര അനുസ്മരണ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി പൊയ്പാടത്ത് പുത്തൻപാനയുടെ സംഗീത അവതരണം നടത്തി. അർണോസ് അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം SJ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജി മാളിയേക്കൽ, കൈക്കാരൻ സാബു കുറ്റിക്കാട്ട്, അർണോസ് വോയ്സ് സെക്രട്ടറി CJ പിനോജ്, കലാകേന്ദ്രം പ്രസിഡന്റ് വിൻസെന്റ് പാടൂർ ചാലക്കൽ, സെക്രട്ടറി ലീന ആന്റണി, വൈസ് പ്രസിഡന്റ് PP യേശുദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് അർണോസ് പാതിരി രചിച്ച പുത്തൻപാനയുടെ അവതരണവും ഉണ്ടായി. കലാകേന്ദ്രം അതുപോലെ തന്നെ വോയിസിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള വ്യക്തികളെ, സഹോദരന്മാരെ, ആദ്യമായി തന്നെ അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ ത്രിശതോത്തര രജത ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആദ്യമായിട്ട് തന്നെ നേരുകയാണ്. 325 വർഷം ഭാരത പ്രവേശനം നടത്തി 1700-ലാണ് ഈ അർണോസ് പാതിരി ഭാരതത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് വൈദികനാകുന്ന ആ പഠന രംഗങ്ങളിൽ അമ്പഴക്കാട് സെമിനാരിയിൽ പഠിച്ചുകൊണ്ട് സമ്പാളൂരിൽ താമസമായി. പിന്നീട് അവിടെ തന്നെ പഠിപ്പിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട കുന്നംകുളം നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ വാർഡ് 24 ചീരംകുളത്തെ ചെറുവത്തൂർ SC നഗർ കുടിവെള്ള പദ്ധതിയുടെയും ബൈലൈൻ റോഡിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. ചെറുവത്തൂർ SC നഗർ കുടിവെള്ള പദ്ധതി 4,60,000 രൂപയും ബൈലൈൻ 250 മീറ്റർ റോഡിന് 5,20,000 രൂപയുമാണ് ചിലവഴിച്ചത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രമൻ, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സോമശേഖരൻ, കൗൺസിലർമാരായ ബിനീഷ്, വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം നെല്ലുവായ് തോട്ടിലെ തടയണയ്ക്ക് ഷട്ടർ സ്ഥാപിച്ചു. കുന്നത്തേരി നെല്ലുവായ് പാടശേഖരത്തിലെ നെൽകൃഷിക്ക് വെള്ളം സംഭരിക്കുന്നതിനു വേണ്ടിയാണ് തോട്ടിൽ തടയണ നിർമ്മിച്ചത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്താണ് തടയണയ്ക്കും ഷട്ടറിനും വേണ്ടി 6 ലക്ഷം രൂപ അനുവദിച്ചത്. ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജിന്റെ ആവശ്യപ്രകാരം 2 ഘട്ടങ്ങളായാണ് ഫണ്ട് വകയിരുത്തിയത്. കർഷകർക്ക് അനായാസം പ്രവർത്തിപ്പിക്കുന്നതിനായി ഫൈബർ ഷട്ടറാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, NP അജയൻ എന്നിവരും പാടശേഖര സമിതി ഭാരവാഹികളും നിർമ്മാണ പ്രവർത്തനം വിലയിരുത്താൻ സന്ദർശനം നടത്തി. തടയണയിലേക്ക് ഇറങ്ങുവാനാവശ്യമായ പടവുകളും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതായി VC ബിനോജ് മാസ്റ്റർ അറിയിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കുന്നത്തേരി പതിയാരം നെല്ലുവായ് പാടശേഖരത്തിലെ പ്രിയപ്പെട്ട കർഷകർക്കൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകളുടെ ഏറെ കാലത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹവും ആവശ്യവുമായിരുന്നു തടയണ എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2 പദ്ധതികളിലായി വെച്ചുകൊണ്ട് ഒരു തടയണ ഇവിടെ സാധ്യമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ മറ്റ് പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളും 2ാം ഘട്ടത്തിൽ ഫൈബർ രീതിയിലുള്ള ഒരു തടയണ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ പ്രദേശത്തെ കർഷകർക്ക് ഗുണകരമാണെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്, വിശ്വാസത്തിലാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വന്നിട്ടുള്ളത്. ഇനിയും നിരവധി ആവശ്യങ്ങൾ ഈ പ്രദേശത്തെ കർഷകരുടെ മുമ്പിലുണ്ട്. ഇവിടേക്കൊരു മോട്ടോർ ഷെഡും എല്ലാ ആളുകളുടെ പാടശേഖരത്തിലേക്കും വെള്ളം കിട്ടാവുന്ന രീതിയിലേക്കുള്ള ഇതിൻ്റെ വിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ടും ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഒരു തടയണ ഇവിടെ നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി. കൈക്കോർക്കാം ലഹരിക്കെതിരെ.
വായനയാകട്ടെ ലഹരി എന്ന സന്ദേശം ഉയർത്തി പാത്രമംഗലം തോന്നലൂർ ഗ്രാമീണ വായനശാല മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MP പ്രകാശ് അധ്യക്ഷനായി. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ VJ അശ്വിൻ, പോലീസ് അക്കാദമി SI ഭുവനേശ്വർ എന്നിവർ ക്ലാസ് എടുത്തു. സെക്രട്ടറി KM ശ്രീദേവി, ഭരണസമിതി അംഗം വേണു വാര്യർ എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ BJP നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ നൈറ്റ് മാർച്ച് നടത്തും. ഏപ്രിൽ 2-നാണ് കുന്നംകുളത്ത് നൈറ്റ് മാർച്ച് നടത്തുക. മണ്ഡലം കമ്മിറ്റി നേതൃയോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. പുതിയതായി ചുമതല ഏറ്റെടുത്ത BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർക്കും ജനറൽ സെക്രട്ടറിമാർക്കും യോഗത്തിൽ സ്വീകരണം നൽകി. മണ്ഡലം പ്രസിഡന്റ് PJ ജബീർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കുട്ടൻ, വിഗീഷ് അപ്പു, KS രാജേഷ്, സുഭാഷ് പാക്കത്ത് എന്നിവർ സംസാരിച്ചു. മണ്ണാശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിൽ നിന്നും മികവ് തെളിയിച്ച 5 വീടുകളെ ഗൃഹശ്രീ പുരസ്കാരം നൽകി ആദരിക്കുന്നു. പഞ്ചായത്ത് അംഗങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു C ജേക്കബ്, TS ശരത്ത്, ആരോഗ്യ ശുചിത്വ കമ്മിറ്റി കൺവീനർമാർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ ഗൃഹശ്രീ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്ത വീടുകൾ പരിശോധിച്ചു. വാർഡ് മെമ്പർ, ആശ, ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ ശുചിത്വ കമ്മിറ്റി കൺവീനർ, ആരോഗ്യ ശുചിത്വ കമ്മിറ്റി അംഗം എന്നിവരടങ്ങുന്ന ജൂറിയാണ് വീടുകളെ തെരഞ്ഞെടുത്തത്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത്, ഹരിതകർമ്മസേനയ്ക്ക് അജൈവ മാലിന്യങ്ങൾ കൃത്യമായി കൈമാറ്റം ചെയ്യുന്നത്, ജൈവമാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായി സംവിധാനം ഉപയോഗിക്കുന്നത്, കുടിവെള്ള ശുചിത്വം, സംരക്ഷണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൊതു ആരോഗ്യ പരിപാടിയിൽ പുരസ്കാരം നൽകുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത അറിയിച്ചു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും റിലീഫ് വിതരണവും നടത്തി. ചിറക്കൽ അറഫ പാലസിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സുബൈർ കോഴിക്കര ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണവും മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി അംഗം കരീം പന്നിത്തടം ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. റിലീഫ് വിതരണത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് കോക്കൂർ നിർവഹിച്ചു. കിറ്റ് വിതരണം, ധനസഹായ വിതരണം, വസ്ത്രവിതരണം, ആടുവിതരണം എന്നിവ നടത്തി. മുൻ കാട്ടകമ്പാൽ പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി പ്രസിഡന്റ് മർഹൂം EM മൊയ്തുണ്ണി ഹാജിയുടെ നാമധേയത്തിൽ ഫൈസി ബിരുദം നേടിയ ഫൈസി ചിറൻകാടിനെ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ മൊമന്റോ നൽകി ആദരിച്ചു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ജനറൽ കൺവീനർ അബ്ദുൾ ഗനി, കോൺഗ്രസ് മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് K ജയശങ്കർ, കേരള കോൺഗ്രസ് എം മണ്ഡലം സെക്രട്ടറി ബിജു പാപ്പച്ചൻ, കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ശങ്കരൻകാവ് മകരപ്പത്ത് ആഘോഷം എരുമപ്പെട്ടി വിഭാഗം പൂരാഘോഷ കമ്മിറ്റി ജീവൻ രക്ഷാ സംഘടനയായ എരുമപ്പെട്ടി ആക്സിന്റെ പ്രവർത്തനങ്ങൾക്കായി ധനസഹായം നൽകി. ആക്സ് പ്രസിഡന്റ് കാവിൽ നാരായണന് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് NV സുരേഷ് ചെക്ക് കൈമാറി. സെക്രട്ടറി MK രാജേഷ്, ട്രഷറർ AK ജയൻ എന്നിവരും കമ്മിറ്റി അംഗങ്ങളും ആക്സ് സെക്രട്ടറി PP പത്മദാസ്, ട്രഷറർ KA ഫരീദ് അലി, ഡ്രൈവർ ഷെഫീദ് എന്നിവരും സംബന്ധിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി എളവള്ളി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമമായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത ഗ്രാമമായി എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ പ്രസിഡന്റ് ജിയോ ഫോക്സ് പ്രഖ്യാപിച്ചു. സർക്കാർ പറഞ്ഞ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. സർക്കാർ പറയാത്ത കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തു. നേരത്തെ സൂചിപ്പിച്ച ഡയപ്പർ ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി മാലിന്യമുക്ത നവകേരളത്തിൽ എളവള്ളിയുടെ സംഭാവനയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹരിതകേരളത്തിന്റെ 2 ദിവസത്തെ പരിപാടികൾ പ്രവർത്തനം അവതരിപ്പിക്കാനായി തീരുമാനിക്കപ്പെട്ട് പോയപ്പോൾ അവിടെ പ്രിന്റ് ചെയ്ത ഒരു പുസ്തകമുണ്ട്. കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ NB ജയ, ശ്രീബിത ഷാജി, MP ശരത് കുമാർ, സൗമ്യ രതീഷ്, ഷാലി ചന്ദ്രശേഖരൻ, രാജി മണികണ്ഠൻ, സനിൽ കുന്നത്തുള്ളി, സീമ ഷാജു, ജീന അശോകൻ, PM അബു, സുരേഷ് കരുമത്തിൽ, ലിസി വർഗീസ്, സെക്രട്ടറി തോമസ് രാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CS രശ്മി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, ഹെൽത്ത് ഇൻസ്പെക്ടർ PU ഉഗേഷ്, ഹരിത കേരളം ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഭവ്യ വിൻസാൽ, ശുചിത്വ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ P രുക്മ എന്നിവർ സംസാരിച്ചു. 32-അംഗ ഹരിതകർമ്മസേന ഹരിതമിത്രം ഗാർബേജ് ആപ്പ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, തുമ്പൂർ മുഴി മോഡൽ മാലിന്യ സംസ്കരണ യൂണിറ്റ്, ബോട്ടിൽ ബൂത്തുകൾ, 2800 ബയോ ഡൈജസ്റ്റർ ബോട്ടുകളുടെ വിതരണം, ബയോഗ്യാസ് പ്ലാന്റുകളുടെ വിതരണം, കളക്ടേഴ്സ് അറ്റ് സ്കൂൾ, ഹരിത വിദ്യാലയങ്ങൾ, ഹരിത അയൽക്കൂട്ടങ്ങൾ, ഹരിത സ്ഥാപനങ്ങൾ,
ഗോബർധൻ മെഗാ ബയോഗ്യാസ് പ്ലാന്റ്, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്, പ്രധാന കവലകളിൽ ടൗൺ സ്ലീപ്പിംഗ്, സമ്പൂർണ്ണ CCTV ഗ്രാമം, റോഡരികിലെ പൊന്തക്കാടുകൾ നീക്കം ചെയ്യൽ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്ത് പൂന്തോട്ട നിർമ്മാണം, ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി, ODF+ ഗ്രാമം, നിയമലംഘനങ്ങൾക്ക് പിഴ, വ്യാപാര സ്ഥാപനങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ എന്നീ പ്രവർത്തനങ്ങളാണ് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത്. സംസ്ഥാനത്ത് ആദ്യമായി എളവള്ളി മോഡൽ ഡയപ്പർ ഡിസ്ട്രോയർ യൂണിറ്റ് സ്ഥാപിക്കാനായത് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക പ്രശംസ നേടിയ പദ്ധതിയായിരുന്നു. സാമൂതിരി കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം വടക്കേക്കോട്ടോൽ അസുര മഹാകാളൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തുടക്കമായി. രേവതി നാളായ ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭഗവാനും ഭഗവതിക്കും കലശം നടത്തി. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളൻ കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം ട്രസ്റ്റി ദിലീപ് രാജ സന്നിഹിതനായിരുന്നു. ഉച്ചയ്ക്ക് അന്നദാനവുമുണ്ടായി. വൈകിട്ട് ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭജന നടന്നു. മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. പ്രതിഷ്ഠാദിനത്തിന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും അംഗങ്ങളും ഭജന സംഘം അംഗങ്ങളും നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബത്താനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറമണി നടന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ ഗാനത്തോടെ കോൺവൊക്കേഷൻ ചടങ്ങുകൾക്ക് തുടക്കമായി. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചീഫ് സയന്റിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ TV സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC, ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, PTA പ്രസിഡന്റ് മുരളി, സ്കൂൾ പ്യൂപ്പിൾ ലീഡർ പ്രണവ് പ്രദീപ്, വിദ്യാർത്ഥികളായ രുദ്ര B ശ്രീധരൻ, അവനിക അനിരുദ്ധ് എന്നിവർ സംസാരിച്ചു. 2 വർഷക്കാലത്തെ വിദ്യാലയത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളെ പങ്കുവച്ചുകൊണ്ട് AD ദിശ, പൗർണമി R നായർ എന്നീ വിദ്യാർത്ഥികൾ സംസാരിച്ചു. ഗൗണും ക്യാപ്പും അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റുകൾ നൽകി അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ടാണശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. എക്സൽസിയർ LP സ്കൂളിൽ നടന്ന കൺവെൻഷൻ സാംസ്കാരിക പ്രവർത്തക ജൈന ചക്കാമടത്തിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഉമ്മർ ഇംബാർക്ക് അധ്യക്ഷനായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ മലയാളം അധ്യാപകനും കവിയുമായ ബിജു ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നംകുളം മേഖലാ സെക്രട്ടറി PT സുഭാഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, പഞ്ചായത്ത് അംഗം KK ജയന്തി, മുൻ സ്ഥിരം സമിതി ചെയർമാൻ VK ദാസൻ, യൂണിറ്റ് സെക്രട്ടറി C നാരായണൻ എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത തലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും തൊഴിലുറപ്പിൽ 100 ദിവസത്തെ ജോലി പൂർത്തീകരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ഗാനാലാപനം, വീരനൃത്തം, നാടൻപാട്ടുകൾ എന്നിവ കൺവെൻഷനോടനുബന്ധിച്ച് അരങ്ങേറി. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ CLC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക CLC ദിനാഘോഷം സംഘടിപ്പിച്ചു. 2ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചടുത്താണിക്കൽ, CLC വൈസ് പ്രസിഡന്റ് ജോസഫ് ജോഷി എന്നിവർ സംസാരിച്ചു. ജൂനിയർ, സീനിയർ, യൂത്ത് വിഭാഗങ്ങളിലെ CLC അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. ചരമം കാണിപ്പയൂർ മേൽവീട്ടിൽ പരേതനായ കുഞ്ഞുമോൻ മകൻ ചന്ദ്രബാബു നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ചമ്മന്നൂർ LP സ്കൂൾ റോഡിൽ താമസിക്കുന്ന പരേതനായ പഷ്ണത്ത് കായൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ എളാട്ടയിൽ അഷ്റഫ് നിര്യാതനായി. 60 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. മുഹമ്മദ് അലി, ബക്കർ, ഷെരീഫ്, റഷീദ്, സുഹറ, കുഞ്ഞുമോൾ, ഖദീജക്കുട്ടി, നഫീസക്കുട്ടി എന്നിവർ സഹോദരങ്ങളാണ്. കാവീട് പരേതനായ ചുങ്കത്ത് പാറേക്കാട്ട് ദേവസിക്കുട്ടി മകൻ മാത്യു എന്ന കൊച്ചു മാത്യു നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം 3:30 കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കും. ജോർലി, ജോഷി, ജോമി എന്നിവർ മക്കളാണ്. എളവള്ളി കടുപ്പത്ത് ചാത്തുക്കുട്ടി മകൻ വാസു നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 3:30 എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടക്കും. സുഗന്ധി ഭാര്യയും ആരതി, വൈഷ്ണവി എന്നിവർ മക്കളുമാണ്. കേരള കോൺഗ്രസ് എം നേതാവ് ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ ചിമ്മൻ പോൾ ഭാര്യ ലൂസി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ലിജി റോയ്, ഷെറി ചാക്കോ, റെജി ജോഷി, ഷിബു പോൾ, ഷിജി വിൻസെന്റ് എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.